നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര രംഗത്ത് ഇടപാടുകളുടെ വ്യാപ്തി കുറവ് അനുഭവപ്പെടുന്നു. ജപ്പാനീസ് വിപണിക്കൊപ്പം സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിലും വാങ്ങൽ താൽപ്പര്യം ചുരുങ്ങുന്നത് വിപണിയുടെ അടിയൊഴുക്കിൽ മാറ്റങ്ങൾക്ക് ഇടയാക്കാം. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോയ്ക്ക് 235 രൂപയിലാണ്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 218 രൂപയിലും ലാറ്റക്സ് കിലോ 143 രൂപയിലും വ്യാപാരം നടന്നു. സംസ്ഥാനത്ത് നാളികേര ഉൽപ്പന്നങ്ങളുടെ വില ഒരാഴ്ചയിൽ ഏറെയായി സ്റ്റഡിയാണ്. മാസാരംഭത്തിൽ വെളിച്ചെണ്ണ തിരിച്ചുവരവിന് ശ്രമം നടത്തിയത് മുൻനിർത്തി തമിഴ്നാട് നിരക്ക് ഉയർത്തി കൊപ്ര കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിച്ചെങ്കിലും എണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് വീണ്ടും കുറഞ്ഞത് വിപണിയെ പിന്നോട്ടടിക്കാനുള്ള സാധ്യതകൾക്ക് ശക്തി പകരുന്നു. കാങ്കയത്ത് വെളിച്ചെണ്ണ വില കിൻഡലിന് 125 രൂപ ഇടിഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് കൊപ്ര വിലയും ഇന്ന് അവിടെ കുറഞ്ഞു. 2 ലേലങ്ങളിലായി ഇന്നലെ 3/4 ലക്ഷം കിലോഗ്രാം ഏലക്ക വിൽപ്പനയ്ക്കിറങ്ങി. ആഭ്യന്തര വ്യാപാരികളിൽ നിന്നുള്ള വാങ്ങൽ താൽപ്പര്യം ശക്തമാണെങ്കിലും വിദേശ ഇടപാടുകൾ രംഗത്ത് നിന്ന് അല്പം പിൻവലിയുന്നത് വിലയെ ബാധിച്ചു. ശരാശരി ഇനങ്ങൾ കിലോ 2100 രൂപ റേഞ്ചിലേക്ക് താഴ്ന്നു. മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള പുതിയ ഓർഡറുകളുടെ വരവിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.